നമുക്കേവർക്കും സുപരിതമായൊരു വാക്യമാണ്. 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമയം തെറ്റുകയില്ല, അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക, അതുവരെ നിശ്ചയം താമസിക്കുകയുമില്ല. ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം വെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്നിരിക്കാമോ? ദൈവസാന്നിധ്യത്തിനായി ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും ആഴമായ ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപാകെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കരുതലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകൾ വരെ നമ്മൾ തിരുവനന്തപുരം പട്ടണത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ് ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആഴ്ച മുതൽ ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമുക്ക് ഒത്തിരി പരിമിതികളിൽ നാം ആരാധിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ദൈവം വിശാലതകൾ വരുത്തി ദൈവം നമ്മെ ഇവിടെ ഇതുവരെയും കൊണ്ടുവന്നു. പാളയത്തിനടുത്ത് ഈ മടത്തിൽ ടവേഴ്സിൻ്റെ 3-ാമത്തെ ഫ്ലോറിൽ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചകളിലും വേഴാഴ്ചയും ഞായറാഴ്ചയും നാം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം നമുക്ക് നാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യവും അവസാനവും അറിയുന്ന ദൈവം വലുത് വച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിനൊന്നും നാം യോഗ്യതയുള്ളവരല്ല, ഇതിനൊന്നും നാം പ്രാപ്തിയുള്ളവരല്ല, ഇതിനൊന്നും നാം കഴിവുള്ളവരല്ല. ഇതെല്ലാം ദൈവമാണ് നമ്മെ തരുന്നത്, ദൈവമാണ് നമ്മെ ഇതുവരെ കൊണ്ടെത്തിയത്. ഇന്ന് പകൽ വിശ്വസിക്കാം, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ടെങ്കിൽ അസാധ്യങ്ങൾ അവൻ്റെ മുൻപിൽ വഴിമാറും, നമ്മുടെ മുൻപിൽ അർഹതയില്ലാത്തത് വെളിപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം അവസാനിക്കുമ്പോൾ ജനുവരി മാസത്തിലെ ആദ്യത്തെ വീക്ക് മുതൽ ആദ്യത്തെ ആഴ്ചകൾ മുതൽ തന്നെ ഈ ഹാളിനകത്ത് വെച്ച് ലൈവായി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സൺഡേ സർവീസിൽ ഇംഗ്ലീഷ് സർവീസും കൂടെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, കാര്യാദികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ശൂന്യതകളെ വഴിമാറും. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ഈ ഹാളിനകത്തായിരിക്കുന്നവർ, പട്ടണത്തിൽ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്നവർ എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ആര് സംസാരിക്കണം? ദൈവം സംസാരിക്കണം. ഒരു മാനുഷിക ശബ്ദം നമുക്ക് വേണ്ട. ദൈവം സംസാരിച്ച നമ്മുടെ ചരിത്രം മാറും, ദൈവം സംസാരിച്ച നമ്മുടെ സ്ഥിതികൾ മാറും. ദൈവം ഇടപെട്ടാൽ നമ്മുടെ സ്ഥിതികൾക്കൊരു വലിയ മാറ്റം സംഭവിക്കുക. കരമുയർത്തി പറ, ഇന്ന് പകൽ ദൈവം സംസാരിക്കും, ദൈവം സംസാരിക്കും, ദൈവം സംസാരിക്കും. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാട്ടെ, ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ ചരിത്രം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വായിച്ച വചനം ഇങ്ങനെയാണ്. ചെറിയ പ്രവാചകനിൽ ശക്തനായ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ഒട്ടനവധി പ്രസംഗങ്ങൾ, ഒട്ടനവധി ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകളിലില്ല. നാം ഉരുവിട്ടു പോകുന്ന ഒരു വാദമാണ്, ഒരു പ്രവചന ദൂതാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനം എവിടെയുണ്ടോ അവർക്ക് വേണ്ടി ദൈവം പ്രവചനത്തെ റിലീസ് ചെയ്യുവാൻ ശക്തനാണ്. ഹലോ, ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പ്രവചനം കേട്ടത് കൊണ്ട് നടക്കണമെന്നില്ല, കേട്ടത് വിശ്വസിച്ചാൽ നിന്റെ ശൂന്യതകൾക്കകത്തും പ്രവചനം നിവർത്തിയുള്ളതായി വെളിപ്പെടും. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ ഒരു സാഹചര്യം കാണത്തില്ല, നിന്റെ സാഹചര്യമെല്ലാം നിനക്കെതിരായിരിക്കും. രക്ഷപ്പെടാൻ ഒരു തരി പോലും സാഹചര്യമില്ലെങ്കിലും ഈ വചനത്തോട് ആമേൻ പറഞ്ഞു സ്വീകരിച്ച, ഈ വചനത്തോട് ആമേൻ പറഞ്ഞു സ്വീകരിച്ച, ഈ വചനത്തിൻ്റെ
ദൂതുകളെ നിന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനാമേൻ പറഞ്ഞു വിശ്വസിച്ച ചരിത്രത്തെ മാറ്റുന്ന ദൈവിക നിയോഗങ്ങൾ നിന്നിൽ നിന്ന് പുറത്തു വരൂ, നിന്നിൽ നിന്ന് പുറത്തു വരൂ. Let it happen right now in the name of Jesus. ഈ പകൽ അതങ്ങനെ സംഭവിക്കട്ടെ, ഈ പകൽ അതങ്ങനെ സംഭവിക്കട്ടെ. അർഹതയില്ലാത്തത് നിന്നെ തേടി വരട്ടെ. അർഹതയില്ലാത്ത ദൈവിക നിയോഗങ്ങൾ, അർഹതയില്ലാത്ത ദൈവിക പ്രൊവിഷനുകൾ, അർഹതയില്ലാത്ത ദൈവിക കരുതലുകൾ നമ്മെ തേടി വരട്ടെ. ശരാമനാരകാരകൾ ഖമാനദുലഘടക റിമാനദരഘടക നിഗന്ധരാരകൾ ഖബ. മിഥ്യാനിയരെ ഭയന്ന് ചക്കിന്റെ കീഴിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുവനെ നോക്കിയ ദൈവം വിളിച്ചത് പരാക്രമശാലിയെന്ന്. ഹല്ലേലൂയ. പടകെല്ലാം ശൂന്യമായി, വലയെല്ലാം വലയ്ക്കകത്തൊന്നും കിട്ടാതെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്തവനോട് പറയുക, ഈ പടകെണിക്ക് തിരിച്ചു വരുമ്പോൾ നിറവ് മാത്രമല്ല, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഓ ശബരദരഘടക അർത്ഥാരകൽഖമാനദരഘടക. ഒരു പെൺകുട്ടിയുടെ മുൻപിൽ 3 പ്രാവശ്യം ദൈവത്തെ അറിയത്തില്ലെന്ന് പറഞ്ഞവനെ നോക്കിയാ പറഞ്ഞ്, ആമേൻ, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്ന് പകൽ നമ്മുടെ സാഹചര്യം, നമ്മുടെ സ്ഥിതികൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ജീവിത നിലവാരങ്ങൾ എല്ലാം ഒരു പക്ഷെ എതിരായിരിക്കാം. പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചാലും ഇല്ലേലോ അത് നിവർത്തിയാകെ തന്നെ ചെയ്യൂ. ഇന്ന് പകൽ ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. ശരമന ധുരിഖമാന ശരാധരേഖമാന റിഗാമന ധുരിഖമാന റിമാന ധേരധാര. ഒന്ന് ആത്മാവിൽ പ്രവചിക്ക്. ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ്, അടുത്ത വർഷം ഇതേ സമയമാകുന്നതിന് മുമ്പ് ഈ ഹോള് നിറയുക മാത്രമല്ല, തിരുവനന്തപുരം പട്ടണത്തിൽ ഹൃദയഭാഗത്ത് സ്വന്തമായൊരു ഇട ദൈവസഭയ്ക്ക് ദൈവം തരാ. ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിലൊന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് പകലൊന്ന് ഉരുവിട്ട. ഇന്ന് പകൽ ജീവിതത്തിന്റെ നടുവിൽ ആലയത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ദൈവം ഈ പകലും അവൻ ചെയ്യാൻ ശക്തനത്രേ. ഓ ശരാബാരാബ. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽ ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവത്തെ ആരാധിക്കാൻ സ്വന്തമായൊരിടം. ഓ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും, വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാട്ടെ. ഇന്ന് പകൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നീ ഇരിക്കുന്ന സാഹചര്യം നിനക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കുക, നിന്റെ തലമുറയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കുക. ഈ പകൽ ആത്മാവിൽ ഈ ദൂത് പിടിച്ച് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ നീ വാഹനം ഓട്ടിക്കുമ്പോഴായിരിക്കും, നീ ഒരുപക്ഷെ ജോലിക്കിടിക്കുമ്പോഴായിരിക്കും ഈ ദൂത് കേൾക്കുന്നത്. ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ ആ വാക്കിനോട് ദൈവിക ദൂതന്മാർ ഇറങ്ങ്. ആ വാക്കിന് ദൈവം ഇന്ന് പകൽ ശരി. ശരാമനാര റിഖാമനാദര ശരാരകൾ ഖമാ. അമേ, അതുകൊണ്ട് പ്രവചനത്തിന് ശക്തിയുണ്ട്, പ്രവചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കാൻ നിനക്ക് നീ തൻ്റെ ഇടമുണ്ടെങ്കിൽ നിന്റെ മാവ് കൊണ്ട് പറയുമ്പോൾ നിന്റെ കൂടാരത്തിൽ സംഭവിക്കും. നിന്റെ മാവ് കൊണ്ട് പറയുമ്പോൾ നിന്റെ തലമുറയിൽ സംഭവിക്കും. നിന്റെ മാവ് കൊണ്ട് പറയുമ്പോൾ നിന്റെ സഭയ്ക്കകത്ത് സംഭവിക്കും. നിന്റെ മാവ് കൊണ്ട് പറയുമ്പോൾ നിന്റെ മിനിസ്ട്രിക്കകത്ത് സംഭവിക്കും. ഇന്ന് പകൽ ആത്മാവിൽ കൽപ്പിക്ക്. ചുരാത്മമണ്ഡലമേ വടിമാറ്. ഓ മന്ത്രവാദിയെ മഴിമാറ്. ഇനി ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാ. തിരുവനന്തപുരം
തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല, കേരളം എന്ന സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മാത്രമല്ല, അവൻ 7 വൻകരകളിലോ ഞങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ സഭ ഒരു ഗ്ലോബൽ ചർച്ചായി മാറട്ടെ. ഒരു ഇന്റർനാഷണൽ ലെവലിൽ അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അനേകരുടെ ജീവിതത്തെ മാറ്റുന്ന, അവരെ ആത്മാവിലേക്ക് നടത്തുന്ന, അനേകരുടെ മേൽ ആത്മാവിനെ കൈമാറുന്ന, അനേകരെ സ്നാനജലത്തിലേക്ക് ഇന്ന് പകൽ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ആദ്യത്തെ ആരാധനയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുക, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെ സ്നാനജലത്തിലിറക്കുന്ന തിരുവനന്തപുരം പട്ടണത്തിലെ ഒരു മനോഹര സഭയെ ഞങ്ങൾ ഇന്ന് പകൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥിക്കുക, അടിസ്ഥാനമിട്ട് പ്രാർത്ഥിക്കുക. ആമേ, കൃപ എന്നാർക്കുമ്പോ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുന്നത് പോലെ ഈ പട്ടണത്തിന്റെ നടുവിൽ വിവിധ ഭാഷക്കാർ, വിവിധ ഗോത്രങ്ങൾ, വിവിധ രാജ്യക്കാർ ദൈവിക മഹത്വത്തിലേക്ക് ഓടിക്കയറുന്ന, അവർ സ്നാനജലത്തിലിറങ്ങുന്ന, അവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റമുണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശരാമനാരക കത്തിത്തുടങ്ങുക. ഈ പട്ടണത്തെ പിടിക്കാനുള്ള തീ ഇതിനകത്ത് കത്തിത്തുടങ്ങുക. എന്നറിയില്ല ദൈവാത്മാവ് ഇങ്ങനെ ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. ഇത് പ്രസംഗിക്കാൻ ഞാൻ എഴുന്നേറ്റതല്ല, പക്ഷേ അസാധാരണമായൊരു പ്രസൻസ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. തലമുറകൾക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, മാതാപിതാക്കളെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന, നിന്റെ ശൂന്യതകളെ പണിയുക, നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റുന്ന വലിയ നിയോഗങ്ങളുടെ പുതപ്പുകൾ, വലിയ നിയോഗങ്ങളുടെ മാന്റിലുകൾ ഇന്ന് പകൽ Rikamana, Sharamana, Rikamana, Sharabarad, Tarakamana, Shararagalkama. Abba, in the Pagal, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ആർക്കും നമ്മെ തടയാൻ കഴിയില്ല. ആർക്കും നമ്മുടെ നിയോഗത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒന്ന് കൊതിക്കാമോ? മലയാളികൾ ആരാധിക്കുന്ന ആലയമല്ല, മൾട്ടി ലിംഗ്വിസ്റ്റിക്കായി ലോകരാജ്യങ്ങളിലുള്ളവ കടന്നു വന്ന് ആരാധിക്കുന്ന തിരുവനന്തപുരം പട്ടണത്തിലൊരു ആലയമാണ്. ഇതിൻ്റെ സ്ഥിതികൾ മാറട്ടെ, ഇതിൻ്റെ ബൗണ്ടറികൾ മാറട്ടെ. ഇതിൻ്റെ അതിര് ഞങ്ങളിടുന്നതല്ലപ്പാ, ഇതിൻ്റെ അതിര് നീടുന്നതായി മാറട്ടെ, വീടുന്നതായി മാറട്ടെ. നീടുന്നതായി മാറട്ടെ. അങ്ങിടുന്ന അത്രയും അതിരിൽ ഞങ്ങൾ വിശാലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എന്നോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ പറയുക, ഹബക്കൂക്ക് പറയുന്നു, ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. ഇഫ് there is a vision, there is a mission. ഹലോ, എവിടെ ദർശനമുണ്ടോ അവിടെയാണ് ദൈവത്തിൻ്റെ മിഷൻ ഉള്ളത്. ഇന്ന് പകൽ ദർശനമില്ലാതെ സ്റ്റെപ്പ് വച്ചതല്ല, ദൈവം വിളിക്കാതെ ഇറങ്ങിയതല്ല, ദൈവം വിളിച്ചിട്ട് പുറകിലുള്ളതൊന്നും നോക്കാതെ ഇറങ്ങിയതാ. സബിംബാസ് ഇറങ്ങിയത് കയ്യിലെ പണം കൊണ്ടല്ല,
ഹോള് വാങ്ങാൻ കഴിയുമെന്ന കുടുംബത്തിൻ്റെ സാഹചര്യം കണ്ടല്ല, എൻ്റെ കൂടെയുള്ളവർക്കറിയാം ഒന്നുമില്ലായ്മയിൽ സ്റ്റെപ്പ് വച്ചു ദൈവം ഇതുവരെയും കൊണ്ടു നിർത്തി. ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവം മനോഹരമായൊരു ഇടയം നമുക്ക് തന്നു. ഓ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 10 മാസമാകും തോന്നുന്നു. മാസങ്ങൾ കൊണ്ട് ഏകദേശം 10,000 വേണ്ടി ആമേൻ ഓൺലൈനിലൂടെ മെസ്സേജുകൾ കണ്ട് പ്രാർത്ഥിക്കുകയും അവർ ദൈവസന്നിധിയിൽ ആമേൻ ഒന്നും കൂടെ അടുക്കാനിടയായതിന് കാരണം എമ്പോ കണ്ടിറങ്ങിയതല്ല, വിളിച്ചവൻ്റെ വിളി കേട്ടിറങ്ങിയതാണ്. ഓ, അതുകൊണ്ട് എനിക്കൊരുറപ്പുണ്ട്, ദൈവം അടിസ്ഥാനമിട്ടാൽ ദൈവം തന്ന ദർശനമാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്നൊരു നാളെയുണ്ട്. ദൈവം തന്നൊരു കാഴ്ചപ്പാടാണെങ്കിൽ, ദൈവം തന്നൊരു വിളിയാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്നൊരു നാളെയുണ്ട്. ആരെല്ലാം കൂടെ ഉണ്ടായാലും ആരെല്ലാം കൂടെ ഇല്ലാതായി മാറിയാലും ഇന്ന് പകൽ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ അപ്പന്മാരട്ടെ, അമ്മമാരട്ടെ, കുടുംബക്കാർ മാറട്ടെ, സഭക്കാർ മാറട്ടെ, കൂടപ്പിറപ്പുകൾ മാറട്ടെ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ധന്യനാണ്, നീ ധന്യനാണ്. നിന്നെ കുറിച്ച് ദൈവം കണ്ട ദർശന അത് പൂർത്തീകരിക്ക തന്നെ. ആമേ, ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞ പ്രവചന, ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞ വാക്തത്വം അത് നിവർത്തിക്ക തന്നെ. അത് ചെയ്യും പ്രിയരെ. ഇന്ന് പകൽ വിശ്വസിക്ക. ആരും നിന്റെ ദൂതിനോട് പ്രതികരിച്ചില്ലേലോ, അനുകൂലത നിനക്ക് വേണ്ടി ചെയ്തില്ലേലോ, എന്റെ ദൈവം അനുകൂലമെങ്കിൽ Are you ready to receive? പ്രതികൂലമാര് എന്റെ ദൈവം അനുകൂലമെങ്കിൽ ഈ പകൽ പ്രതികൂലമാര് ശബാരദ ശരാബദ വിഖമനാദ ശരാദരഗലഗ ഇഗംദരാരഗൽഖബ. അബേ, ദർശനമുണ്ടോ, വിളിയുണ്ടോ, വാക്തത്വമുണ്ടോ? കാത്തിരിക്ക, കാത്തിരിക്ക. നിന്റെ കൂടാരത്തിൻ്റെ, നിന്റെ ബോട്ടിൻ്റെ പലക ഓരോന്നായി ഇളകുന്നത് പോലെയൊക്കെ തോന്നും. നിന്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമൊക്കെ ഇളകും പോലെയൊക്കെ നിനക്ക് തോന്നും. നീ ഒന്നും ഭാരപ്പെടണ്ട. ഇന്ന് പകൽ ദർശനമുണ്ടോ, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. വിളിച്ചവയും വിശ്വസ്തനാണെങ്കിൽ, അവൻ്റെ ശബ്ദം കേട്ടാണ് ഇറങ്ങിയതെങ്കിൽ, അവൻ തന്ന ദർശനത്തിനാണ് നീ കാത്തിരിക്കുന്നതെങ്കിൽ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. വൈകിയാലും വരൂ, നിശ്ചയമതിനായി കാത്തിരിക്കുക. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുകയോ, നിന്റെ സമയം വരും കുഞ്ഞേ, നിന്റെ സമയം വരും കുഞ്ഞേ. ആരോ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഒത്തിരി ഉപവസിച്ചിട്ട് ഇതുവരെയും എനിക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവം പറയുകയോ, കാത്തിരിക്ക, ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിൽ വരാ. യു ഹാവ് എ ടൈം. നിനക്കൊരു സമയം വെളിപ്പെടാ. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കും, പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാലങ്ങൾ പഴക്കമുള്ള ഏതോ കുടിയിരിപ്പുകൾ ഇറങ്ങി ഓടുക. ഓ, കുടിയിരിപ്പുകൾ ഓടുക. കാരണം അവരുടെ സമയം കഴിഞ്ഞു. ഇനി ദർശനമുള്ളവന്റെ സമയമാ. മനസ്സിലായവരുണ്ടെങ്കിൽ ഇനി കുടിയിരിപ്പിന്റെ സമയം കഴിഞ്ഞു. ഇനി വാക്തത്വമുള്ളവന്റെ സമയമാ. ഇനി കാത്തിരിക്കുന്നവന്റെ സമയമാ. ഇനി കൃപയുള്ളവന്റെ ഓ റിബാര ധാര ധാര ശരാമനാദരഗമന. ഓ റിഗമന, നിന്റെ കൂടാരത്തിന്റെ സമയം വെളിപ്പെടുന്നു, സമയം വെളിപ്പെടുന്നു. നിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ ശുശ്രൂഷയുടെ സമയം വെളിപ്പെടുന്നു. ഈ നവംബർ മാസം 3-ാമത്തെ പകൽ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ കുടുംബത്തിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ സഭയുടെ സമയം വെളിപ്പെടുന്നു. ഓ ശബരാധരാഖമാന ധൂരാധാരാധാരാധാര ശരാബരാധുരി ഖമാന ധാരാധാര അർത്ഥമാന ധൂരാധാര ഘടകചാര. സമയം വെളിപ്പെടുന്നു, സമയം വെളിപ്പെടുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ
കാണാൻ പോകുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. നിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ ബിസിനസിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ കുടുംബത്തിന്റെ സമയം വെളിപ്പെടുന്നു, നിന്റെ തലമുറയുടെ സമയം വെളിപ്പെടുന്നു, നിന്റെ ശുശ്രൂഷയുടെ സമയം വെളിപ്പെടുന്നു. ഏതോ പ്രതിസന്ധിയുടെ മുൻപിൽ കണ്ണുനീരോടെ ഇരുന്ന് കരയുന്നവരോട് ദൈവാത്മാവ് തൊട്ടുണർത്തി ദൂത് പറയുക, ഇന്ന് പകൽ ശത്രുവിന്റെ സമയം കഴിഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവന്റെ സമയം, ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി ദൈവത്തെ സ്തുതിക്കുന്നവന്റെ ശരാബ റീഖാമാന ശരാബ അബ കരമുയർത്തിപ്പറ, എനിക്കൊരു സമയമുണ്ട്, എൻ്റെ ദർശനം നിവർത്തിയാകുന്ന സമയമുണ്ട്, എന്നോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നൊരു സമയമുണ്ട്. ശരാധരാരകൾക്കവ ഞാൻ കാത്തിരിക്കുക. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഞാൻ കാത്തിരിക്കുക, ഞാൻ കാത്തിരിക്കുക, ഞാൻ കാത്തിരിക്കുക. ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ പ്രത്യേകതയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞിറങ്ങി വന്നു. കാത്തിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? സ്വർഗം നിനക്ക് വേണ്ടി ചാഞ്ഞിറങ്ങി വരാൻ പോകുക. അവൻ ഇറങ്ങി വന്ന കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരാ. വാനമേഘങ്ങളെ താണ്ടി പ്രതിസന്ധിയുടെ മുകളിലൂടെ കാത്തിരിക്കും അവർ ഉയരുമെങ്കിൽ ഈ പകൽ കാത്തിരുന്നാൽ ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങിയാൽ നീ പറക്കും. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. കാത്തിരിക്കാമെങ്കിൽ ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങിയാൽ നീ പറക്കും. നീ പറക്കുന്നത് കാർമേഘത്തിനു താഴെയല്ല, കാർമേഘത്തിനുകളിലൂടെ. ആമേൻ. മറ്റു പക്ഷികൾക്ക്, മറ്റു മനുഷ്യർക്ക് പറക്കാൻ കഴിയാത്ത ലെവലിൽ, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ലെവലിൽ നീ പറമുയര. നിന്റെ ശുശ്രൂഷ പറക്ക. ഇന്ന് നമ്മൾ കാത്തിരിക്കുമ്പോൾ കാർമേഘം നമ്മുടെ മുകളിലാണ്. കാർമേഘം നമ്മുടെ മുകളിലാണ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കണ്ണുനീരോടെ കരയുമ്പോൾ കാർമേഘം നമ്മുടെ മുകളിലാണ്. പക്ഷെ എൻ്റെ ദൈവം ഇറങ്ങിയാൽ, എൻ്റെ ദൈവം ഇറങ്ങിയ കാർമേഘം നിന്റെ താഴെയാ. നീ കാർമേഘത്തിന്റെ മുകളിലാ. പത്രോസേ, വെള്ളം നിന്റെ താഴെയാ, നീ വെള്ളത്തിന്റെ മുകളിലാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന വേദന നിന്റെ താഴെയാകും. ഇന്ന് നിന്റെ ദർശനത്തിനെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ നിന്റെ താഴെയാകും. നീ ഉയരും, നീ ഉയരും, നീ ഉയരും, നീ ഉയർന്ന് പറക്കും. കാരണം നീ കാത്തിരുന്നത് മനുഷ്യനെയല്ല, നീ കാത്തിരുന്നത് ദൈവത്തെയാ. നീ കാത്തിരുന്നത് ദൈവത്തെയാ. കരയേണ്ട സാഹചര്യം വന്നപ്പോ ചേർത്ത് നിർത്തിയവർ അകറ്റി നിർത്തിയപ്പോ, ആമെ കൂടെ കാണുമെന്ന് പറഞ്ഞവർ ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോ, അവിടെയൊക്കെ കാത്തിരുന്നൊരു ദൈവമില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്ഥിതി മാറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കണ്ണുനീരെൻ്റെ ദൈവം തുടയ്ക്കുമെന്ന് നീ കാത്തിരുന്നില്ലേ? ആ കാത്തിരുന്ന ദൈവം ഇറങ്ങിയ, ആമേ, കാത്തിരുന്ന ദൈവം ഇറങ്ങിയ, നിന്നെ കരയിച്ചത്, നിന്നെ പ്രതികൂലത്തിലാക്കിയ വിഷയം നിന്റെ താഴെയാ. നീ ഉയരങ്ങളിൽ പറക്ക്, നീ ഉയരങ്ങളിൽ പറക്ക്. ഹല്ലേലൂയ. ഈ പകൽ പറ, ഐ ആം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യുക, ഞാൻ കാത്തിരിക്കുക. എന്തിനാ? എൻ്റെ ദർശനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ നിവൃത്തിക്ക് വേണ്ടി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം കണ്ട ദിവ്യമായ പദ്ധതിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക, ഞാൻ കാത്തിരിക്കുക.
ബൈബിളിൽ ഒട്ടനവധി ചരിത്രങ്ങളുണ്ട്, വ്യക്തി ജീവിതങ്ങളുണ്ട്. 1-2 ഞാൻ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരു വ്യക്തിയെ ഞാനിങ്ങനെ പരിചയപ്പെടുത്താം. ഒരു പദം മാത്രം എടുക്കുക. അപ്പൻ ഒരു തുരുത്തിയിൽ വെള്ളം അല്പം അപ്പവും കൊടുത്ത് പറഞ്ഞു വിടുക. മരുഭൂമി എത്തി, യാത്ര തിരിച്ചു. തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പം തീർന്നു. ഒന്നും കാണാനില്ലാതെ ശൂന്യതകൾ മാത്രമായി കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഹാഗർ കുഞ്ഞിനെ തോളിൽ നിന്ന് വിദൂരതയുടെ ഒരു മുൾച്ചെടിയുടെ തണലിൽ കൊണ്ട് കിടത്തിയിട്ട് മാറിയിരുന്നൊരമ്മ കരയുക. ഞാനിങ്ങനെ പറയാം, പ്രേ അലോൺ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. ഇറ്റ് ബ്രിങ് ഗ്രേറ്റർ ഇമ്പാക്റ്റ്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, അത് വലിയ മറുപടി കൊണ്ടുവരും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, അത് വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഇന്ന് പകൽ ആത്മാവിൽ ചലഞ്ച് ചെയ്യാൻ കഴിയുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എൻ്റെ ദർശനത്തിൻ്റെ നിവൃത്തിയുടെ നാളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഒറ്റയ്ക്ക് കരയാൻ പോവുക. അതെൻ്റെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊണ്ടുവരും. ഒരു സാഹചര്യവും നിൻ്റെ തലമുറയ്ക്ക് കാണില്ല. ഒരു സാഹചര്യവും നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് കാണില്ല. ഒരു സാഹചര്യവും അവൻ ഉയർന്നു വരാൻ കാണില്ല. മുൾച്ചെടിയുടെ തണലിൽ മരണം മാത്രം കണ്ട് ഒരു തലമുറ കിടക്കുമ്പോൾ അമ്പിൻ പാട്ടൽകളെ ഒരു വിളി ദൂരമകലെ കരയുക. കർത്താവേ, എൻ്റെ കുഞ്ഞു മരിക്കുക, എൻ്റെ കുഞ്ഞു തീർന്നു കൊണ്ടിരിക്കുക, ഇത് കാണാൻ എനിക്ക് വയ്യെന്ന് കരുതി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, ദൂതനിറങ്ങിയമല്ല, ദൈവമിറങ്ങി. പ്രേയലോ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്ക, സ്വർഗം തുറമിറങ്ങ. ഒറ്റയ്ക്ക് കരയ, സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്ക, സ്വർഗം ഇറങ്ങും. ശലോമൻ നാട്ടുകാരെ വിളിച്ചു നിർത്തിയല്ല പ്രാർത്ഥിച്ചേ, ഒറ്റയ്ക്കാ പ്രാർത്ഥിച്ചേ. സ്വർഗം തുറന്ന് ആലയത്തിനകത്ത് തീറങ്ങി. സ്വർഗം തുറന്ന് ആലയത്തിനകത്ത് തീറങ്ങി. ഇന്ന് പകൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരിയും. നിന്റെ ജീവിതത്തിനകത്ത് വലിയ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും. ആത്മാവിൽ ഞാൻ ചലഞ്ച് ചെയ്യുക. തിരുവനന്തപുരം പട്ടണത്തിൽ ഇതിൻ്റെ അകത്തളത്തിൽ ആരാധന ഉയരുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. നാമകയ മണ്ഡലങ്ങളുടെ മേൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. വ്യാപിയ മണ്ഡലങ്ങളുടെ മേൽ വലിയ ഇമ്പാക്റ്റുകൾ കൊണ്ടുപോകുക. കൂട്ടമായ വിടുതലുകൾ, കൂട്ടമായ ഡെലിവറൻസുകൾ, കൂട്ടമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. Are you ready to see? ഇന്ന് പകൽ അത് കാണാൻ നിങ്ങൾ തയ്യാറാണോ? ശാരാബാല റീകട വൈഡബരം ദുരബ ശബരംദര വൈഡബരംദര ഘടക ചുരവാരീബര വൈഡബ. വലിയ ഇമ്പാക്റ്റുകൾ സംഭവിക്കുന്ന ചില പ്രാർത്ഥനകൾ ഈ ഹാളിനകത്ത് ഉയരാൻ പോകുന്നു. എന്നോട് ദൈവം അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. വലിയ ദൈവ പ്രവർത്തികൾ സംഭവിക്കുന്ന ചില ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുന്ന വലിയ ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചിലവ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് സംഭവിക്കാൻ പോകുക. മാമൻ മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് കരുതി ജീവിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഇനി പാഷ എനിക്കൊരു സൗഖ്യമില്ല, എനിക്കൊരു ജീവിതമില്ലെന്ന് കരുതി ജീവിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ എന്റെ ദൈവം ഒരുക്കാൻ പോകുകയാ. കൂട്ടമായ പ്രാർത്ഥന വേണ്ടെന്നല്ല, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, വ്യക്തിപരമായും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന വലിയ വിടുതലുകൾ കൊണ്ടുവരും. അപ്പൻ തന്ന തുരുത്തിയിലെ വെള്ളം നിൽക്കും, തീരും. അപ്പൻ തന്ന ആട തീരും.
ലോകമെന്ത് തന്നാൽ അത് തീരും. ഇന്ന് നല്ലതെന്ന് പറയുന്ന നിന്നെ നാളെ ചീത്തയെന്ന് പറയുക. ഇന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന നിന്നെ നാളെ വിടക്കെന്നെണ്ണ. യോസേഫിന് അപ്പൻ അങ്കി കൊടുത്തപ്പോ സഹോദരന്മാർ കീറിയെടുത്തു, പൊട്ടക്കിണറിനകത്തായിട്ടത്. ഈ ലോകം നമുക്കതേ സമ്മാനിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എൻ്റെ ദൈവം തുരുത്തിയിലെ വെള്ളമല്ല കൊടുക്കുന്നത്. എൻ്റെ ദൈവം നീഴൊഴുക്കിന് തുറന്നു കൊടുക്കുക. മരുഭൂമിയിലും നീഴൊഴുക്ക് തുറക്കുക. എൻ്റെ ദൈവം ശക്തനാണെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാറിയിരുന്ന് കരയുകുഞ്ഞ്, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറിയിരുന്ന് കരയുക. ആരും നിന്റെ മുൻപിൽ കരം നീട്ടി നിനക്ക് തരണ്ട. ഉടയവനിന്ന് പകൽ ഉറവകളെ തുറമാ, അതാർക്കും അടയ്ക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ആരെയൊക്കെ നോക്കി ദൈവം പ്രവചിക്കുക. നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം ഉറവ തുറമാ, അതടയ്ക്കോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കഴിയില്ല. ഓ, ആ ദൂതനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. ആർക്കോ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക പ്രൊവിഷനുകൾ വെളിപ്പെടുന്നു, വലിയ ദൈവിക കരുതലുകൾ വെളിപ്പെടുന്നു. എമ്മറിയില്ല, ആർക്കും തടയാൻ കഴിയാത്ത, ഒരു മന്ത്രവാദിക്കും തടുക്കാൻ കഴിയാത്ത, ഒരു വ്യക്തികൾക്കും തടുത്തു വയ്ക്കാൻ കഴിയാത്ത നീഴൊഴുക്കുകൾ, ഉറവയല്ല ഉറവകൾ. എൻ്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യാൻ പോകുക. ഈ പകൽ ചെയ്യാൻ പോകുക. നിന്നെ ആരും ഉയർത്തുണ്ട, നിന്നെ ആരും വളർത്തുണ്ട. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുക. കരമടിക്കുന്നെങ്കിൽ അന്യഭാഷ പറയുമെങ്കിൽ ആത്മാവിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഉറവകൾ തുറക്കുന്നു. ഒരു മനുഷ്യന് മടക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഉറവകൾ നിന്റെ മുൻപിൽ തുറന്നു വരുന്നു. ആർക്കൊക്കെ ഭാവിയുടെ മേൽ ദൈവത്തിന്റെ വാതിലുകൾ തുറക്കുന്നു, ദൈവത്തിന്റെ പ്രൊവിഷനുകൾ. ഓ റിബാരാബാരി ചുരവൈടവരഗബ ചുരവൈടവരഗബാരി ബരബക്ഷബ. ഓ റിബാരദലഗഡഗധരാരഗൽ ഖബ. ഇന്ന് പകൽ ആത്മാവിൽ പറ, ഞാൻ മാറിയിരുന്നു കരയാൻ പോകുക. എൻ്റെ കണ്ണുനീർ പട്ടണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരിക. എൻ്റെ കണ്ണുനീർ എൻ്റെ ശുശ്രൂഷയിൽ വലിയ മാറ്റം കൊണ്ടുവരിക. എൻ്റെ കണ്ണുനീർ എൻ്റെ ഭാവിയിൽ വലിയ മാറ്റം കൊണ്ടുവരിക. എൻ്റെ കണ്ണുനീർ എൻ്റെ കുടുംബത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവരിക. എൻ്റെ കണ്ണുനീർ ഈ തലമുറയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. Oh, pray Lord, it bring greater impact. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അത് വലിയ ദൈവമഹത്വത്തെ കൊണ്ടുവരും. ഒറ്റയ്ക്ക് കരയുക. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കൂടാരത്തിനകത്തിറങ്ങും. ഈ തലമുറയിൽ ആരും കാണാത്തത് നിന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് നീ കൊതിക്കുന്നുണ്ടോ? ആരും അനുഭവിച്ചിട്ടില്ലാത്ത നീ നിനക്ക് അനുഭവിക്കണമെന്ന് കൊതിക്കുന്നുണ്ടോ? എല്ലാവരും ജീവിച്ചതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടല്ല ഈ ദൂത. ആരും അനുഭവിച്ചിട്ടില്ലാത്ത ചില മരുഭൂമിയിൽ നിഗൂഢമായ കരുതലുകൾ എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽ ഒറ്റയ്ക്ക് കരയുക. നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടും. ആരുടെയും മുൻപിൽ തുറക്കാത്തത് ഒരു മനുഷ്യന്റെ മുൻപിൽ നീ കരുതിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മുൻപിൽ ഒരു ഫീസിനെ ഇറക്കണ്ട. ഒരു മനുഷ്യന്റെ മുൻപിൽ വേറൊരു കാര്യത്തിന് നിൽക്കണ്ട. ഒറ്റയ്ക്ക് കരയുക. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നീഴൊഴുക്കുകളെ തുറന്നു തരും. നിന്റെ ഭാവിക്ക് വേണ്ടി നീഴൊഴുക്കുകളെ തുറന്നു വരും. നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീഴൊഴുക്കുകളെ തുറന്നു വരും. ആരും അനുഭവിച്ചിട്ടില്ലാത്ത മരുഭൂമിയിലെ നിഗൂഢമായ നീഴൊഴുക്ക് നീയും നിന്റെ കുടുംബവും നീയും നിന്റെ തലമുറയും നീയും നിന്റെ സഭയും അനുഭവിക്കും.
ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയാമോ, ആരോ അനുഭവിച്ചതിൻ്റെ ബാക്കിയല്ല, ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തത് എനിക്ക് തരും. ആരോ അനുഭവിച്ച് തീർത്തതിൻ്റെ ബാക്കിയല്ല, ആരും കണ്ടിട്ടില്ലാത്ത ദൈവം എനിക്ക് തരും. ആരും അനുഭവിച്ചിട്ടുള്ളതല്ല, ആരും അനുഭവിക്കാത്തതിൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നിർത്തി വയ്ക്കും. അങ്ങനെ തുറന്നാൽ നീ മാത്രമല്ല, നിന്റെ തലമുറയും ജീവനോടെ നിൽക്കും. നിന്റെ തലമുറയും ജീവനോടെ നിൽക്കും. ഇന്ന് പകൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, നീ ഒരു ചരിത്രമായി മാറും. ഹലോ, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ദർശനത്തിനായി കാത്തിരിക്കുക. ഒരു സമയം വച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പുറത്തു വരും. ഹാഗറിനെ പോലെ കരഞ്ഞൊരു മാതാവുണ്ട്. അവളുടെ പേര് ഹന്നയാണ്. അവൾ കരയാനുള്ള കാരണം, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്ത ഹന്ന കരഞ്ഞത് കുത്തുവാക്ക് കേട്ടിട്ടാണെന്ന്. അല്ലല്ല. ഹന്ന കരഞ്ഞത് മക്കളില്ലാത്തത് കൊണ്ടാണെന്ന്. അല്ലല്ല. ഹന്ന കരഞ്ഞത് മക്കളില്ലാത്തത് കൊണ്ടാണ് സത്യം. പക്ഷേ അതിൻ്റെ മറ്റൊരു മർമ്മമുണ്ട്. ഹന്ന കരഞ്ഞതിന് കാരണം ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചത് കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ കൂടെയില്ല. അവൾക്കറിയാം എൻ്റെ ഉദരത്തിനകത്ത് ഒരു തലമുറ വരണമെങ്കിൽ അത് ദൈവം തുറന്നാലേ പറ്റത്തുള്ളൂ. അവൾക്കറിയാം ഞാൻ കേട്ട ദൈവശബ്ദ എൻ്റെ ഉദരത്തിലൂടെ പുറത്തു വരണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ. ആരോ പറയുന്നു ഈ പകൽ പാസ്റ്റർ സത്യമാണ്, ഞാൻ കേട്ട വാഗ്ദത്തം ഒത്തിരിയുണ്ട്. ഒത്തിരി പ്രവാചകന്മാർ എന്നോട് പറഞ്ഞതാണ്. ഒത്തിരി സഭയിൽ കടന്നുപോയപ്പോൾ ഞാൻ കേട്ട നൂറുകണക്കിന് പ്രവചനമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കേട്ട ദൈവശബ്ദം പുറത്തു വരണമെങ്കിൽ ദൈവം വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുക, നീ കേട്ട പഴക്കം ചെന്ന വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുന്ന, ദൈവത്തിന്റെ സ്പർശനം തൊടുന്ന, ദൈവത്തിന്റെ ചലനങ്ങൾ സംഭവിക്കുന്ന ഒരു പകലാ ഈ പകൽ മാറുകയാണ്. ഈ പകൽ മാറുകയാണ്. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പകലായി മാറുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന കേട്ടോ. ഹന്ന പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു ആൺതലമുറ തരണേ. കൂടാരത്തിനകത്ത് 10 എണ്ണമുണ്ട്. കൂടാരത്തിനകത്ത് 10 എണ്ണമുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റാഹേൽ മരിച്ചു. ബെന്യാമീനെ പ്രസവിച്ചു കഴിയുമ്പോൾ റാഹേൽ മരിക്കുകയാണ്. യാക്കോബിൻ്റെ കരത്തിൽ കിടന്ന് റാഹേൽ മരിക്കുമ്പോൾ ബെന്യാമിനെ ഓടിയെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവളുടെ പേരാണ് ലേയ. ഹലോ, അവഗണിക്കപ്പെട്ടവൾ, മാറ്റി നിർത്തപ്പെട്ടവൾ, ഹലോ, കുത്തുവാക്ക് കേട്ടവൾ, സഹോദരിയുടെ സ്നേഹമനുഭവിക്കാത്തവൾ, ഭർത്താവിൻ്റെ സ്നേഹമനുഭവിക്കാത്തവൾ ഓടി വന്ന് അവളെ മാറ്റി നിർത്തി അതേ സഹോദരിയുടെ മക്കളെ ചേർത്ത് പിടിച്ചെടുക്കുക. യോസെഫിനെയും ബെന്യാമീനെയും വളർത്തിയത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേയാണ്. ലേയ വളർത്തിയ തലമുറകളാണ്. അതാ ചിലരെ വളർത്തേണ്ട വണ്ണം വളർത്തേണ്ടവർക്ക് കൊടുത്താൽ വളർത്തും. ഹലോ, ലേയ വളർത്തിയത് കൊണ്ട് അവരിൽ ഇത്ര ദൈവിക പ്രസൻസ് ഇറങ്ങിയത്. ലേയയുടെ പ്രത്യേകതയുണ്ട്, അവൾക്ക് കരുതാൻ ആരില്ല. അവൾക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളൂ. കണ്ണുനീരുള്ള മാതാപിതാക്കളുടെ തലമുറകൾ തകർന്നു പോകില്ല. സ്തോത്രം കുറഞ്ഞു. കണ്ണുനീരോടെ കരയുന്ന, കൂടാരത്തിനകത്ത് കരയാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ നിന്റെ തലമുറ നശിച്ചു പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് 10 കൂടാരത്തിനകത്തുണ്ടെങ്കിലും പെനീനയുടെ 10 പലതിനെയും ചേർത്ത് നിർത്തി വളർത്തുന്നത് ഹന്നയാണ്. എങ്കിലും പെനീന കുത്തുവാക്കോടെ ഹന്നയോട് ചോദിക്കേടി, നിനക്കെവിടെയാടി തലമുറ? നീ മച്ചിയല്ലേ? നിനക്കൊരു തലമുറയില്ലല്ലോ. നിന്റെ തലമുറ എവിടെ? നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ ഒത്തിരി ഉപവസിക്കുന്നുണ്ടല്ലോ, നീ ഒത്തിരി ആരാധിക്കുന്നുണ്ടല്ലോ. നീ നേരത്തെ പറഞ്ഞതുപോലെ
നീ വലിയ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞ് കുത്തുവാക്കോടെ ഹന്നയുടെ ഹൃദയത്തെ കുത്തി മുറിവിക്കുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഗർഭത്തെ ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ സമയമാകുമ്പോ എൻ്റെ ഗർഭത്തെ ദൈവം തുറക്കാം. മനുഷ്യൻ നിനക്കെതിരെ തിരിയുമ്പോൾ, മനുഷ്യൻ കുത്തുവാക്ക് പറയുമ്പോൾ, മനുഷ്യൻ മാറ്റി നിർത്തുമ്പോൾ, മനുഷ്യൻ നീക്കി നിർത്തി നിന്നെ പരിഹസിക്കുമ്പോൾ എഴുതിയിട്ടോണം, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു സമയം എൻ്റെ ദൈവം വച്ചിട്ടുണ്ട്. ദൈവം അടച്ച വാതിലുകൾ ദൈവം തുറക്കുന്നൊരു സീസണുണ്ട്. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് നാളുകൾക്ക് മുമ്പ് ദൈവം അടച്ചത് ചിലവ് ഈ പകൽ എൻ്റെ ദൈവം തുറക്കുക. Let it happen right now. In the name of Jesus. ഈ പകൽ ചില വാതിലുകൾ, ചില ഉത്തരങ്ങൾ, ഇന്ന് പകൽ ചില ജോലിയുടെ മണ്ഡലങ്ങൾ, ചില ഭാവിയുടെ മണ്ഡലങ്ങൾ എൻ്റെ ദൈവം തുറക്കുക. ഈ പകൽ ദൈവം തുറക്കുക. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ പട്ടണത്തെ ദൈവം തുറക്കാൻ പോകുക. ഈ പട്ടണത്തിന്റെ വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക. ഈ പട്ടണത്തിന്റെ ശുശ്രൂഷയുടെ മേഖലകളെ ദൈവം തുറക്കാൻ പോകുക. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിന്റെ പ്രസन्न ഈ പകലിറങ്ങുക. ഈ പകലിറങ്ങുക. അടഞ്ഞുപോയ ചില വാതിലുകളുടെ മുൻപിൽ ദൈവിക ദൂതന്മാർ ഇന്ന് പകൽ ഇപ്പോ ഇറങ്ങുകയാണ്. ശരബല ധൂരാധാര ധീരബല ധുര അത്തനവൈട വരകവ ശരബല റിബാരാധ തബല ചിഖമനന്ദേ ചീരവനന്ദേ റിഖമാന ശാരാധാര ശീരാധേരെ. തുറക്കണം അപ്പ, തുറക്കണം. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ ജീവിതത്തിൽ, ഈ ഹാളിനകത്തിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത്, ഈ തലമുറകളുടെ ജീവിതത്തിനകത്ത്, പ്രിയ മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത്, കൂടപ്പിറപ്പുകളുടെ ജീവിതത്തിനകത്ത് അങ്ങടച്ചത് ഈ പകൽ അങ്ങക്ക് മാത്രമേ തുറക്കാൻ കഴിയൂ. കർത്താവേ, ഞങ്ങളുടെ ഇന്നലകൾ വന്ന അകൃത്യങ്ങൾ, പാപങ്ങൾ അതൊന്നും ഓർക്കരുതപ്പ. ഈ പകൽ വാതിലുകളെ തുറക്കണേ, വാതിലുകളെ തുറക്കണമേ. അർഹതയില്ലാത്ത വിദ്യാഭ്യാസ ഈ തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ. ഈ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. കണ്ണുനീരോടെ കരയുന്ന ജീവിതങ്ങൾക്കകത്ത് നല്ല ഭാവി ഉണ്ടാകട്ടെ, നല്ല ഉയർച്ചയുണ്ടാകട്ടെ, നല്ലൊരു ഉപജീവന മേഖല കൊടുക്കണമേ, നല്ലൊരു കരുതൽ ദൈവം കൊടുക്കണമേ. അർഹതയില്ലാത്ത നന്മകൾ ചിലവ് വെളിപ്പെടാ എൻ്റെ അപ്പനെ ഈ പകലിട വരുത്തണമേ. ശരാബാല ഷാറഖമാന എഴുതിയിട്ടോ. ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് പകൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ, അത് പലതും ദൈവം നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു സമയമുണ്ട്. ധൈര്യത്തോടെ പറ, ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നൊരു നിമിഷമുണ്ട്. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ആമേൻ ചലിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഞാൻ നോക്കിയിരിക്കുക. അത് വേഗത്തിൽ വെളിപ്പെടും, അത് വേഗത്തിൽ വെളിപ്പെടുക. അന്നെൻ്റെ കണ്ണുനീരിനെ ദൈവം തുടച്ചു മാറ്റുക, എന്നെ നിന്നയെ ദൈവം മാറ്റുക. എൻ്റെ രട്ടിനെ ആ തേജസ്സിൻ്റെ ആനന്ദ വസ്ത്രം കൊണ്ട് ഉടിപ്പിച്ചു പുറത്തിറക്കുക. ഹന്ന ചോദിക്കും, കർത്താവ് ഒത്തിരി കുത്തുവാക്ക് ഞാൻ അനുഭവിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, എന്നിട്ടും നിന്റെ ദിവസം ഇനിയും വന്നില്ലേ? നമ്മളൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യാ, കർത്താവേ ഒത്തിരി കരഞ്ഞില്ലേ, ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ, ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നടക്കുമെന്ന് കരുതി ഒത്തിരി വേദനിച്ചില്ലേ, എന്നിട്ടും നീ എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തില്ലല്ലോ. ഇന്ന് പകൽ ഹന്നയോട് ദൈവത്തിന് പറയാനൊരു മറുപടിയുണ്ട്. ഹന്നയെ, അവനാണ് വാതിലടച്ചതെങ്കിൽ
അവൻ തുറക്കുന്നൊരു ദിവസമുണ്ട്. ഹന്നയെ നിന്റെ ഉദരത്തിൽ അവനാണ് അടച്ചതെങ്കിൽ അവൻ തുറക്കുന്നൊരു ദിവസമുണ്ട്. ഇന്ന് പകൽ ദർശനം തന്നത് ദൈവമാണെങ്കിൽ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനൊരു സമയം വച്ചിട്ടുണ്ട്. തെറ്റത്തില്ല, വൈകിയാലും വരും നിശ്ചയം. ഇന്ന് പകൽ കേട്ടോണേ പ്രിയരെ, ഹന്ന പ്രാർത്ഥിച്ചതിനൊരേ ഒരു കാരണം, ആലയത്തിനകത്ത് വിളക്കണഞ്ഞുകൊണ്ടിരിക്കുക. ഹലോ, എൻ്റെ ചോദ്യം, നിൻ്റെ കൂടാരത്തിനകത്ത്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വിളക്കണയുന്നുണ്ടോ? ദൈവകൃപയുടെ വിളക്കണയുന്നുണ്ടോ? എവിടെയൊക്കെ പിന്മാറ്റത്തിൻ്റെ ചാഞ്ചാട്ടം വെളിപ്പെടുന്നുണ്ടോ? കേട്ടോ, വലിയ ന്യായവിധിയുടെ വാൾ വെളിപ്പെടുന്നതിന് മുമ്പ് പിന്മാറ്റം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഹന്ന കരഞ്ഞതെന്നറിയാമോ? ഏലിയുടെ തലമുറകൾ ദേവാലയത്തിൻ്റെ അകത്ത് വിളക്കണച്ച് പാപം ചെയ്യുമ്പോൾ. ഹലോ, എൻ്റെ ചോദ്യം, വിളക്ക് കത്തിയാൽ ഏലിയുടെ തലമുറകൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഞാൻ കൊതിക്കുന്നു, ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ തീ കത്തട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തട്ടെ. തലമുറകൾക്ക് പാപത്തിലേക്ക് ചെന്ന് വീഴാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ തീ അവരെ തൊട്ട് അകത്തളത്തിലേക്ക് വലിച്ചിടട്ടെ. ഒരു ഉണർവിൻ്റെ തീനാള് ഇതിൻ്റെ നടുവിൽ കത്തട്ടെ. ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു, ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന കൂടാരത്തിനകത്ത്, ആയിരിക്കുന്ന അവസ്ഥക്കകത്ത്, ഈ ഹോളിനകത്ത് ദൈവത്തിൻ്റെ തീ ഇന്ന് പകൽ കത്തട്ടെ. ദൈവത്തിൻ്റെ തീ അണയാതെ സൂക്ഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത, തീ അണയാൻ കാത്തിരിക്കുക, പാപത്തിലേക്ക് പോകാൻ, പിന്മാറ്റത്തിലേക്ക് പോകാൻ. ഹന്ന കരഞ്ഞത്, ആരുടെയൊക്കെ തലമുറകൾ തീ അണച്ചിട്ട് പാപം ചെയ്താലും ദൈവത്തിൻ്റെ തീ അണയാതെ സൂക്ഷിക്കാൻ. ഇന്ന് പകൽ തൻ്റെ ഇടമുണ്ടോ? പ്രകസനമല്ല, ദൈവ ഭയത്തിനകത്ത് എന്ന് പറയാൻ കഴിയുമോ? എൻ്റെ തലമുറ ദൈവ ശബ്ദം വിട്ടുമാറരുത്, ദൈവിക അഭിഷേകം വിട്ടുമാറരുത്, ദൈവിക കൃപ വിട്ടുമാറരുത്. ദൈവത്തിൻ്റെ തീ അണയാതെ എൻ്റെ കൂടാരത്തിനകത്ത് വടിപ്പോ. അങ്ങനെ പ്രാർത്ഥിച്ചൊരു മാതാവാ, അവളുടെ ഗർഭത്തെ ആ ദൈവം അടച്ചത്. ഇന്ന് പകൽ തീ അണഞ്ഞാൽ പലതും കൂടാരത്തിനകത്ത് സംഭവിക്കും, പലതും കൂടാരത്തിനകത്ത് സംഭവിക്കും. ചിന്തിക്കാൻ കഴിയാത്തത് നിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടും. നമ്മുടെയൊക്കെ ചിന്ത, നമ്മളൊക്കെ എന്ത് ചെയ്താലും കർത്താവ് കൂടെ നിൽക്കുമെന്ന വിചാരം. നമ്മുടെയൊക്കെ ചിന്ത, എന്ത് ചെയ്താലും പൊടി തട്ടി വീട്ടിൽ പറഞ്ഞു വിടുമെന്ന നമ്മുടെയൊക്കെ ചിന്ത. ഇല്ലില്ല, നീ തീ അണയ്ക്കുന്ന രീതിയിലുള്ള ജീവിത നിലവാരത്തിനകത്താണെങ്കിൽ കേട്ടോണോ, വചനം പറയുന്നു, ഹന്നയുടെ ഗർഭത്തെ അടച്ചതിനൊരു കാര്യമുണ്ട്. ഹന്നയെ, കാലഘട്ടങ്ങൾ തിരിയോ. നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏലിയുടെ മക്കൾ തീ അണയാതെ സൂക്ഷിച്ചിരുന്നൊരു കാലമുണ്ട്. ഹലോ, പുരോഹിതന്റെ മക്കൾ തീ അണയാതെ സൂക്ഷിച്ചിരുന്നൊരു കാലമുണ്ട്. അപ്പം പറയണ്ട, അമ്മ പറയണ്ട, അതിനു മുമ്പ് പായെടുത്തിട്ട് പ്രാർത്ഥിച്ചൊരു കാലമുണ്ട്. പള്ളിയിൽ പോകാൻ വിളിക്കണ്ട, ഉന്തണ്ട, തള്ളണ്ട, അതിനു മുമ്പ് പള്ളിയിലെത്തിയിരുന്നൊരു കാലമുണ്ട്.
ഹലോ, ദൈവത്തെ ആരാധിക്കാനും ദൈവിക സന്നിധിയിൽ നിൽക്കാനും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചിരുന്ന് കരഞ്ഞൊരു കാലം ഏലിയുടെ തലമുറയ്ക്കകത്തുണ്ട്. പക്ഷെ എൻ്റെ ദൈവം അനാദികാലം മുൻപേ മുൻനിർണയം കണ്ടവർ, മുൻ നിയമിച്ചവൻ അറിയാ. ഏലിയുടെ തലമുറ തീ അണയാതെ സൂക്ഷിച്ച കാലം മാറും. അവർ പിന്മാറും. തീയെ അണച്ചിട്ട് അവർ പാപം ചെയ്യും ഒരു കാലം വരും. നിങ്ങൾ എന്നെ കേട്ടോണം. ചിലതൊക്കെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിച്ചത്, ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചതിന് കാരണം. ഇന്ന് പകൽ എവിടെയൊക്കെ അടഞ്ഞു പോയവരെന്നെ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും വാതിലടഞ്ഞ് ജീവിതം പരാജയമെന്ന്, ഹലോ, ഇനി ഒരു സ്റ്റെപ്പില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് കറങ്ങുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽ കേട്ടോണ്. ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചതിൻ്റെ കാര്യം കേട്ടോണ്. ഒന്നാമത്തെ കാര്യം, ഹന്നയുടെ ഗർഭത്തെ ദൈവം അടയ്ക്കാൻ കാരണം ദൈവത്തിനറിയാം. കാലഘടികാരം തിരിയൂ. ഏലിയുടെ കാലഘട്ടത്തിൻ്റെ അവസാന സെക്കൻഡുകളിൽ വചനം ദുർലഭമാകുന്ന ഒരു കാലം വെളിപ്പെടും. ഹന്നേമിന്റെ ഉദരത്തെ ഞാൻ അടച്ചതിന് ഒന്നാമത്തെ കാര്യം, കാലഘടികാരം തിരിയുമ്പോ, കാലത്തിന്റെ കുത്തൊഴുക്കിനകത്ത് ദൈവവചനം പ്രസംഗിപ്പാ ആളില്ലാതെ വരുമ്പോ, ദൈവവചനം ദുർലഭമായി കൊണ്ടിരിക്കുമ്പോ എനിക്ക് ദൈവവചനം പ്രസംഗിപ്പാ, വിശുദ്ധിക്ക് ജീവിപ്പാ, വ്യവസ്ഥയിൽ ജീവിപ്പാ, പ്രവാചക ശുശ്രൂഷ ചെയ്യുക. താൻ മുതൽ വരെ എന്റെ വിശ്വസ്തനായി നിൽപ്പോ. എനിക്കൊരുവനെ വേണോ, അതിനു വേണ്ടിയോ നിന്റെ ഗർഭത്തെ ഞാൻ അടച്ചത്. നമുക്കൊന്നും അറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നതിന് കാരണം, വചനം ദുർലഭമാകുന്ന കാലഘട്ടത്ത് ദൈവം നമുക്ക് വാതിൽ തുറന്നു. എന്തിന്? വചനമില്ലാത്തവരായി ജീവിക്കാനല്ല, വചനത്തിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ. ഇന്ന് പകൽ തൻ്റെ ഇടമുണ്ടോ? നിന്റെ കൂടാരത്തിനകത്ത് വചനത്തിൻ്റെ വ്യവസ്ഥയിലില്ലാത്ത ഒരു തരി പോലോ ഒരു ഇഞ്ച് പോലോ അണുവിട നീ മാറത്തില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാ. തൻ്റെ ഇടമുണ്ടെങ്കിൽ നിന്റെ കൂടാരത്തിനകത്ത് ഇന്നും തീ കത്തുന്നുണ്ട്. ഹലോ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്ത ഇന്നും വലിയ കത്തലാണ്. കത്തുന്ന തീ വേറെയെന്നേ ഉള്ളൂ. കത്തുന്ന തീ വേറെയാന്നേ ഉള്ളൂ. നമ്മൾ ഉജാല കമ്പൽസറി പറയുന്നതിന് മുമ്പേ അങ്ങ് ഏറില്ല. ഇന്ന് പകൽ വചനത്തിലുണ്ടോ നീ? വചനത്തിൻ്റെ ഒരു സെക്കൻഡ് നീ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇഞ്ച് നീ മാറിയിട്ടുണ്ടെങ്കിൽ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ, മിന്നിൽ കത്തുന്നത് ദൈവത്തിൻ്റെ തീ അല്ല, അതിൻ്റെ പേരത്രേ അന്യാഗ്നി. ഹലോ, വചനം പറയുന്നു, ശൗലിൻ്റെ കാലഘട്ടത്തിൽ അനേക അന്യാഗ്നികൾ കത്തിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ വചനം പ്രസംഗിച്ചോണം. ജീവിക്കുന്നെങ്കിൽ വചനത്തിൽ ജീവിച്ചോണം. ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ദൈവം പന്ത് തട്ടും പോലെ തട്ടിക്കളയും. വചനം പറയുന്നു, ദൈവം കീറിക്കളയും. വിടുവിപ്പാ ആരും കാണില്ല, കീറി ഒട്ടിച്ചു കളയും കർത്താവ്. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, തലമുറകൾ പാപം ചെയ്യുമെന്നും വചനമില്ലാത്തൊരു കാലഘട്ടം വരുമെന്നും ദൈവത്തിനറിയാവുന്നതുകൊണ്ട് ദൈവം ഹന്നയുടെ ഉദരത്തെ അടച്ചു. ഹലോ, ദൈവത്തിനറിയാം തുറക്കേണ്ട സമയം ഇവൻ പുറത്തു വന്നാൽ ഇവൻ വചനം പ്രസംഗിക്കും. രണ്ടാമത്തെ കാര്യം, വചനം പറയുന്നു, ദർശനം മങ്ങിയ കാലഘട്ടം. ദർശനമുള്ളപ്പോൾ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തുറന്നില്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വഴി തുറന്നില്ല, ഗർഭത്തെ ദൈവം തുറന്നില്ല. ഹന്നയോട് പറഞ്ഞു, വെയിറ്റ്. ദർശനത്തിനായി അവധി വച്ചിരിക്കുന്നു, അതിനായൊരു സമയം നിയമിച്ചിരിക്കുന്നു. വയ്യാലും വരും.
അതിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഹന്നയോട് പറയുക, വെയിറ്റ് ഫോർ ദ. ദൈവം തുറന്നില്ല, പക്ഷെ വചനം പറയുന്നു, ആമേ, ദർശനം മങ്ങിയപ്പോ, കാഴ്ചപ്പാട് മങ്ങിയപ്പോ ദൈവത്തിന് മനസ്സിലായി ദർശനമില്ലാതെ തലമുറ നശിക്കുമ്പോ ദർശനമുള്ള ഒരുവൻ എഴുന്നേറ്റു വന്നേ പറ്റൂ. ഈ തലമുറയിൽ ദർശനമില്ലാതെ, ദൈവമില്ലാതെ ജീവിക്കും അവരുടെ നടുവിൽ ദൈവമുള്ള ദർശനമുള്ളവൻ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടം ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ സഹശുശ്രൂഷകന്മാരോടൊക്കെ പറയാറുണ്ട്. എന്നാണെന്നറിയാമോ, പത്രോസിൻ്റെ അടുക്കൽ വലിയമ്മച്ചിയും വലിയപ്പച്ചനും കൂടെ വന്ന് നിന്നിട്ട് പറഞ്ഞു, ആമേ, ദൈവദാസനെ ഇത് വിറ്റതാ. ഹലോ, പത്രോസ് ചോദിച്ചു, ഇത്രേ? ഹലോ, ഇത്രേ വിറ്റുള്ളോ? ഇത്രേ വിറ്റുള്ളോ? വലിയമ്മച്ചി അടുത്താമേ, വലിയമ്മച്ചിക്ക് നാക്ക് കൂടുതൽ. വലിയമ്മച്ചി പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഹലോ, തൊട്ടടുത്ത് നിന്നപ്പോൾ പത്രോസ് ചോദിച്ച മറുപടി ഇങ്ങനെയാ, എന്നെ കളിപ്പിക്കുന്നു എന്നല്ല, പരിശുദ്ധാത്മാവിന് നേരെ നീ വ്യാജം സംസാരിക്കുന്നു. ദർശനമുള്ളവൻ്റെ മുൻപിൽ നീ വ്യാജവാക്കുമായി വന്ന് നിൽക്കുന്നു. ഞങ്ങൾ കൊതിക്കുന്ന എന്തിനെന്നറിയാമോ? ഇതുപോലെയുള്ള ചിലത് വന്ന് നമ്മുടെ മുൻപിൽ നിന്നാൽ ദൈവം സ്പോട്ടിലടിക്കണം. ഹലോ, സ്പോട്ടിൽ അടിക്കണം. ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശുശ്രൂഷ വെളിപ്പെട്ടാൽ ഈ ഹോളൊന്ന് പോരാ. ഹലോ, അങ്ങനെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ടതുപോലൊരു ദൈവപ്രവൃത്തി നമ്മിലും വെളിപ്പെടട്ടെ. പാപം ചെയ്യുമ്പോൾ ദർശനമില്ലാത്തത് പ്രകടന മാത്രമായത് കപടഭക്തിയുള്ള എല്ലാത്തിനെയും ദൈവം അടിച്ചു നിരത്തുന്ന ഒരു കാലഘട്ടം വരട്ടെ. ദർശനമുള്ളവരുടെ മേൽക്കട്ടെ. എങ്ങനെയും കുത്തടിഞ്ഞ് ജീവിച്ചിട്ട്, എങ്ങനെയും പോയിട്ട്, എങ്ങനെയും ഹോശാന പാടിയിട്ട്, എവിടെയും പോയി കൈ നീട്ടിയിട്ട്, എവിടെയും പോയി കൈ കുമ്പിട്ട് നിന്നിട്ട്, എവിടെയും വന്നിരുന്ന് ദൈവത്തെ കൈയടിച്ച് പ്രാർത്ഥിച്ച ദൈവം പ്രസാദിക്കുമെന്നാണോ ഭക്ത നിന്റെ വിഷയം? ഇന്ന് പകൽ ദർശനം മങ്ങി, കാഴ്ചപ്പാട് മങ്ങി. അപ്പോസ്തലന്മാരുടെ കാലത്തായിരുന്നെങ്കിൽ 6 അടി മണ്ണ് നിനക്കെമ്മേ വെട്ടിയേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നയുടെ ഗർഭത്തെ അടച്ചതിന് കാരണം ദർശനം മങ്ങുമെന്ന് ദൈവത്തിനറിയായിരുന്നു. ദർശനം മങ്ങിയാലുള്ള കുഴപ്പമുണ്ട് പ്രിയരെ, കണ്ണു മങ്ങും. മൂന്നാമത് കണ്ണു മങ്ങി. ദർശനം മങ്ങിയാൽ കണ്ണു മങ്ങും. ദൈവം അടിച്ചാൽ ഒരു പരിപാടിയും നടക്കില്ല. എങ്ങനെയും നടന്നിട്ട് ഇവിടെ വന്നിരുന്നാൽ, ഹലോ, ഇവിടെ വന്ന് പാടിയാൽ, ഇവിടെ വന്ന് കൈയടിച്ചാൽ, ഇവിടെ വന്ന് കീബോർഡ് വായിച്ചാൽ, ഇവിടെ വന്ന് ലൈവ് ഇട്ടാൽ, ഇവിടെ വന്ന് മിക്സർ തിരിക്കുക, പരിപാടി നടക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ ദർശനം നീ തടഞ്ഞ, ദർശനം നടഞ്ഞ തബിംപാസ് ചിലപ്പോ ഒന്ന് സോപ്പിട്ട് നിർത്തിയേക്കാം. പക്ഷെ ദൈവം നിന്റെ കണ്ണ് മങ്ങിച്ചു കളയ്, ദൈവം അടിച്ചു നിരത്തിക്കളയ്. ദൈവം അടിച്ച വിടിവിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ആരും ചിന്തിക്കരുത് ഞാൻ വന്നില്ലെങ്കിൽ ഒരു കസേര ചുമ്മാ കിടക്കുമെന്ന്. ഞാനും ചിന്തിക്കരുത് സബിംബാസ് പ്രസംഗിച്ചില്ലെങ്കിൽ ആമേൻ ഇവിടെ പ്രസംഗിക്കാൻ ആളില്ലാതാകുമെന്ന്. ഇന്ന് പകൽ ദൈവിക വ്യവസ്ഥയിൽ ഞാൻ നിന്നില്ലെങ്കിൽ നഷ്ടം എനിക്ക്, നിങ്ങൾ ഇരുന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക്. ഞങ്ങമേ നമ്മളില്ലെങ്കിൽ ആയിരങ്ങൾ ദൈവത്തെ പ്രസംഗിക്കുന്നവർ, ദർശനമുള്ളവർ, തീയെ അണക്കാതെ സൂക്ഷിക്കുന്നവർ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കും. മങ്ങുന്നത് നമ്മുടെ കണ്ണ, തീരുന്നത് നിങ്ങളുടെ ജീവിതം. മക്കളെ, കുത്തൊടിഞ്ഞ് ജീവിക്കരുത്. എങ്ങനെയും പോയിട്ട് എങ്ങനെയും വന്നിരുന്ന് ജീവിക്കരുത്. എല്ലാ രീതിയിലും കൂട്ടുകാരോട് കൂത്താടിയിട്ട്, കോളേജിലും സ്കൂളിലും പോയിട്ട് ഇവിടെ വന്നിരുന്ന് ഗ്ലോറി വിക്ടറി പറയരുത്. ഇന്ന് പകൽ ദർശനം കാത്തു സൂക്ഷിക്ക്, ദർശനം മങ്ങാതെ സൂക്ഷിക്ക്. എങ്കിൽ നിന്റെ കണ്ണ് മങ്ങാതെ എന്റെ ദൈവ സൂക്ഷിക്കും. ഇന്ന് മനസ്സിലാകില്ല. മനസ്സിലായവരൊക്കെ കിടന്നുരുളുക, മനസ്സിലായവരൊക്കെ കിടന്നുരുളുക. ഇന്ന് പകൽ വിളിച്ചാലും
എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാതെ ഉഴലുന്നൊരു തലമുറയുടെ നടുവില ഭയത്തോടെ നിന്നുകൊണ്ട് പറയുക, വിശുദ്ധനായിട്ടല്ല ദൈവം നിർത്തുന്നു എന്ന് കൃപയിൽ ആശ്രയിച്ചു പറയുക. നമുക്കൊന്ന് വീഴാതെ നിൽക്കാൻ അവന്റെ മഹിമാസനത്തോട് എത്തിച്ചേരാനൊന്ന് കടിഞ്ഞ നമ്മൾ ധന്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് മങ്ങിയാൽ, കണ്ണ് മങ്ങിയാൽ ദൈവശബ്ദം നിൽക്കും. ദർശനം മങ്ങിയാൽ ദൈവശബ്ദം നിൽക്കും. നാട്ടുകാരും പ്രവാചകന്മാരും തോന്നുന്നതൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും. തോന്നുന്നതൊക്കെ കേട്ടിരുന്ന് സ്പ്രിംഗ് ആശൻ പോലെ ഇരുന്ന് ആശനാക്കാന്നേ ഉള്ളൂ. ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. എന്തെങ്കിലും കേട്ടിട്ട് നടക്കുന്നുണ്ടോ? എന്നെങ്കിലും ദൈവ ശബ്ദമെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഡേറ്റ് പറഞ്ഞ് ചെയ്താമേ ദൈവം സംസാരിച്ചിട്ട് എന്നെങ്കിലും നിന്റെ കൂടാരത്തിനകത്ത് സംഭവിക്കുന്നുണ്ടോ? പ്രവാചകന്മാരുടെ കുറ്റമല്ല കുഞ്ഞ്, നീ ദൈവിക ദർശനത്തിലില്ല, ദൈവവചനം നിന്നിലില്ല. നീ കണ്ണു മങ്ങിയവളാ, നീ കണ്ണു മങ്ങിയവനാ. ദൈവശബ്ദം നിൽക്കും, ദൈവശബ്ദം നിൽക്കും. വചനം പറയുന്നു, ഞാൻ സദാകാലം, ആമേൻ, ഞാൻ സദാകാലം മനുഷ്യരോട് വാദിക്കത്തില്ല. ദൈവം ആമേൻ മൃഗങ്ങളോട് വാദിച്ചാലും മനുഷ്യരോട് വാദിക്കത്തില്ല. ഹലോ, ഇന്ന് പകൽ കേട്ടോ, ദൈവം മനുഷ്യരോട് സദാകാലം വാദിക്കത്തില്ല. വചനം നിന്നു പോയാൽ, വചനത്തിൻ്റെ ശബ്ദം നിന്നിൽ നിന്ന് നിന്നു പോയാൽ നീ തകർന്നു പോയതിന് തുല്യമാണ്. ഹന്നയുടെ ഗർഭത്തെ അടച്ചിരുന്നതിന് കാരണം ദൈവശബ്ദം നിന്ന കാലഘട്ടം. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അഞ്ചാമത്തെ കാര്യം, പുരോഹിതന്മാരുടെ മക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹലോ, തലമുറകൾ വ്യവസ്ഥയിലില്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ വചനം പറയുന്നു. ഏലിയുടെ പ്രത്യേകത, ഏലി തലമുറയെ ശാസിച്ച് ദൈവിക വ്യവസ്ഥയിൽ നടത്തിയില്ലെന്ന വചനം പറയുന്നത്, സബിൻ പാസ്റ്റർ പറയുന്നതല്ല. അപ്പൻ്റെയും അമ്മയുടെയും കടമ നിങ്ങളുടെ മക്കളെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിക്കേണ്ടടുത്ത് അടിക്കണം, നിർത്തേണ്ടടുത്ത് നിർത്തണം. അപ്പൻ ശാസിച്ചില്ല, തലമുറ തകർന്നുപോയി. ദൈവത്തിൻ്റെ വ്യവസ്ഥ എടുക്കേണ്ടവൻ ഏലിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം അണിയേണ്ട തലമുറ മരിച്ചുപോയെന്ന് അർത്ഥമെന്ത്? ഏലിയുടെ തലമുറ കഴിഞ്ഞ് പുരോഹിത വസ്ത്രം ധരിക്ക ഒരു തലമുറ ഇല്ലാതെ വരുന്നൊരു കാലഘട്ടം വരും. കന്നെ അന്ന് നിന്റെ തലമുറ എൻ്റെ പൗരോഹിത്യ വസ്ത്രം അണിയേണ്ടുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പകൽ വാതിലടച്ചത്. മനസ്സിലായോ? നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തത് കാലഘട്ടം മാറുമ്പോൾ, പുരോഹിതന്മാരുടെ തലമുറകൾ തകരുമ്പോൾ പൗരോഹിത്യ വസ്ത്രം ധരിക്കാൻ തലമുറയില്ലാതെ വരും. അന്ന് കരഞ്ഞ നിന്റെ തലമുറ ഇവിടെ നിൽക്കും, ധൂപപീഠം കാട്ടും, എൻ്റെ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്യും. ഈ തലമുറയിൽ ചലഞ്ച് ചെയ്യാമോ? നിന്നെക്കാൾ ശക്തന്മാർ, നിന്നെക്കാൾ പണമുള്ളവർ, നിന്നെക്കാൾ സൗന്ദര്യമുള്ളവർ, നിന്നെക്കാൾ മിടുക്കന്മാർ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ശുശ്രൂഷകന്മാരായി ഉണ്ടായിരുന്നിട്ടോ അവരെയൊക്കെ മാറ്റി നിർത്തി നമ്മെ ഇവിടെ നിർത്തിയെങ്കിൽ അത് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ, ദൈവത്തിൻ്റെ ദർശനത്തിൻ്റെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വലിപ്പമല്ലയോ? നമ്മുടെ ക്രെഡിറ്റ് അല്ലല്ലോ, നമ്മുടെ കഴിവല്ലല്ലോ, നമ്മുടെ മിടുക്കല്ലല്ലോ. His favor and grace. Hallelujah. 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 ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന തലമുറ എനിക്ക് വേണം. ആറാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ ആത്മാവിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ഹന്നയുടെ ഗർഭത്തെ അടച്ചിരിക്കുന്നതിൻ്റെ കാരണം, കാലഘട്ടം തിരിയുമ്പോൾ നിയമപെട്ടകം പിടിക്കപ്പെടും, ഫെലിസ്ത്യർ നിയമഘട്ടകവുമായി പോകും. എൻ്റെ ചോദ്യം, ഈ പുസ്തകം എടുത്തത് കൊണ്ടല്ലേ നിന്റെ കൂടാരം അനുഗ്രഹിക്കപ്പെട്ടത്? ആലയത്തിൽ വന്ന ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടല്ലേ നിന്റെ കുടുംബവും നിന്റെ തലമുറ ഇന്ന് അനുഭവിക്കുന്ന നന്മ അനുഭവിച്ചത്?
നീ വ്യവസ്ഥയിൽ നിന്നതുകൊണ്ടല്ലേ കുഞ്ഞേ ദൈവം ഇത്രത്തോളം നിന്നെ മാനിച്ചത്. ഇന്ന് പകൽ ഈ കൂടാരത്തിനകത്തുനിന്ന് നിയമപ്പെട്ടകത്തെ ശത്രു പിടിച്ചു കൊണ്ടുപോയ നിനക്ക് പറയാനെന്തുണ്ട്? നിനക്ക് ഉയർത്തിപ്പിടിക്കാനെന്തുണ്ട്? വചനം പറയുന്നു, ദാവീദ് കൊട്ടാരത്തിലിരുന്നപ്പോൾ, രാജാവായിരുന്നപ്പോൾ അവന് മനസ്സിലായി രാജകൊട്ടാരത്തിൻ്റെ സമർത്ഥി വെളിപ്പെടണമെങ്കിൽ പെട്ടകം രാജസിംഹാസനത്തിന് അടുക്കൽ വരണം. എവിടെ വരണം? രാജസിംഹാസനത്തിൻ്റെ അടുക്കൽ വരണം. ദാവീദിൻ്റെ നഗരത്തിൽ വരണം. ദാവീദ് ചെയ്തത് ഒന്നാമത്തെ കാര്യം, പെട്ടകത്തെ മടക്കിക്കൊണ്ടുവരാനുള്ള പദ്ധതിയിട്ടു. ഇന്ന് പകൽ കേട്ടോ, ഏലിയുടെ കാലത്ത് കൊണ്ടുപോയ പെട്ടകവാ ദാവീദ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നേ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അന്ന് പോയതാ ദൈവമഹത്വം. ദാവീദ് തിരിച്ചു കൊണ്ടുവരാ കാളവണ്ടിയെ ഉണ്ടാക്കി. ആമേൻ. ഉസ കയറി കാളവണ്ടി പിടിച്ചപ്പോൾ കാള വിരണ്ടു. പെട്ടകത്തിൽ പിടിച്ചപ്പോൾ കാള വിരണ്ടു. ഹുസ ഒറ്റ സ്പോട്ടിൽ ചത്തു വീണു. ദാവീദ് പേടിച്ചു. ദാവീദ് ഏതോദിയോമേന്റെ വീട്ടിനകത്ത് പെട്ടകം കൊണ്ടുവച്ചു. 3 മാസം കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ദാവീദ് മനസ്സിലായി, ദർശനമുള്ളവന്റെ, കാഴ്ചപ്പാടുള്ളവന്റെ, ദൈവവചനമുള്ളവന്റെ കൂടാരത്തിൽ ഈ പെട്ടകമിരുന്ന വളർച്ച വേഗത്തിലാണ്. വളർച്ച വേഗത്തിലാണ്. നിന്റെ തലമുറയുടെ വളർച്ച വേഗത്തിലാണ്. നിന്റെ കുടുംബത്തിന്റെ വളർച്ച. എവിടെ? പെട്ടകമുള്ളടുത്ത്. ഒന്ന് പറഞ്ഞാട്ടെ ആ പദം, പെട്ടകമുള്ളടുത്ത്. പെട്ടകമില്ലാത്തടത്ത് തകർച്ച വേഗത്തില. തകർച്ച വേഗത്തില. പെട്ടകമുള്ളിടത്ത് വളർച്ച വേഗത്തില. കണ്ടോ? ഹന്നയുടെ ഗർഭത്തെ ദൈവം അടയ്ക്കാനുള്ള കാരണം ദൈവം മഹത്വത്തിൻ്റെ പെട്ടകം കൊണ്ടുപോയി. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എന്തൊക്കെ നേടിയാലും, എത്ര ദിനാറും, എത്ര ഡോളർ, എത്ര പൗണ്ട്, എത്ര ആമൻ ഓസ്ട്രേലിയൻ ഡോളറും നിൻ്റെ കയ്യിൽ വന്നാൽ, ഈ പെട്ടകമില്ലെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, ഈ ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ, ദൈവമഹത്വമില്ലെങ്കിൽ, ഇന്ന് പകൽ ഒന്നുമില്ല. ഒന്നുമില്ല. ഇന്ന് പകൽ നിന്റെ കൂടാരത്തുനിന്ന് പോകാതിരിക്കേണ്ടത് നിന്റെ പേരല്ല, മഹത്വമല്ല, നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല. ഈ പെട്ടകം നിന്റെ കൂടാരത്തുനിന്ന് തലമുറകളുടെ കയ്യിൽ നിന്ന് പോകാതെ ഇരുന്ന ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറയാ, നിന്നെ പോലെ ധന്യനായ ഒരു വ്യക്തി ഉലകിൽ വേറെയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതുപോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. പ്രിയരെ, ദൈവം കീറിക്കളഞ്ഞാൽ വിടിവിക്കാൻ ആരും ഉണ്ടാകില്ല. ദൈവം കീറിക്കളഞ്ഞാൽ വിടിവിക്കാൻ ആരും ഉണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട് നൂറുകണക്കിന് അനുഭവങ്ങൾ. ഇന്ന് പകൽ വീഴാതെ നിൽക്കാൻ, അവൻ്റെ കൃപയിൽ നിൽക്കാൻ ഒരു തീരുമാനം എടുക്കാമോ? ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ച് ദൈവത്തോട് പറ. പല തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടും വീഴാതെ നിൽക്കുന്നത്, ദൈവത്തെ കളിപ്പിച്ച് നമ്മൾ പലതുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ദൈവം നമ്മെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മടങ്ങി വരുമെന്ന് കരുതിയല്ലേ? എല്ലാ പ്രസംഗങ്ങളും എല്ലാ ദൈവദാസന്മാരെ കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ വഴി കേട്ട് ഈ വഴി കളയാം. പക്ഷെ ഇന്ന് പകൽ എല്ലാം തകരുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്ന് അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത്? എല്ലാം തീർന്നിട്ട് നിലവിളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പൻ്റെ അടുക്കൽ വന്ന് എല്ലാം ഏറ്റു പറഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് നിരപ്പ് പ്രാപിച്ച് അർഹതയില്ലാത്ത ഉയർച്ചകൾ നമ്മെ തേടിയെത്തുന്നത്? കർത്താവിനോടൊന്ന് പറ.
വലിയ അന്യഭാഷയൊന്നും ഇതിനകത്തുയർന്നില്ലേലും ഒരു മടങ്ങി വരവിൻ്റെ ശബ്ദം ഇന്ന് പകൽ ഉയരട്ടെ. വചനം ദുർലഭമാകുന്ന കാലഘട്ടത്ത്, ദർശനം മങ്ങുന്ന കാലഘട്ടത്ത്, പുരോഹിതന്മാരുടെ കണ്ണു മങ്ങുന്ന കാലഘട്ടത്ത്, ദൈവശബ്ദം നിൽക്കുന്ന കാലഘട്ടത്ത്, പുരോഹിതന്മാരുടെ മക്കൾ മരിച്ചു വീഴുന്ന കാലഘട്ടത്ത്, നിയമപെട്ടകം ജാതികൾ പിടിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്ത് ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാന്നൊരു തീരുമാനമെടുക്കുക. ഈ പട്ടണത്തിൽ അങ്ങ് കത്തിച്ച ദീപത്തെ ഞങ്ങളാൽ ആഗോളം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കാം. ഞങ്ങളുടെ കഴിവ് കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ മിടുക്ക് കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ വിശുദ്ധിയുടെ ആഴം കൊണ്ട് പറ്റില്ല. നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിന്നാൽ, ഞങ്ങൾ ഈ തലമുറയിൽ വ്യത്യസ്തരായി നിൽക്കാം. മാറോട് കരം ചേർത്ത് വച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ പല വീഴ്ചകൾ ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എൻ്റെ അതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആതു ചിന്തയിലടങ്ങാ സിന്ധു സമാന സന്തത കാണുന്നു ഞാൻ. ആതു ചിന്തയിലടങ്ങാ സിന്ധു സമാന സന്തത കാണുന്നു ഞാൻ. സമർപ്പണത്തോടൊന്ന് പറയാമോ? ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എൻ്റെ അതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആതു ചിന്തയിലടങ്ങാ സന്തതം കാണുന്നു ഞാൻ. ആതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമാ സന്തതം കാണുന്നു ഞാൻ. ആതു ചിന്തയില സിന്ധു സമാനമാ സന്തതം കാണുന്നു ഞാൻ. ആതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമാ സന്തതം. ഇന്ന് പകലാഴമായ ദൈവ സാന്നിധ്യത്തിന് കണ്ണുനീരോടെ പറയാൻ കഴിയുമോ? പാങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ഇടത്തി അണയുന്നതൊന്നും എൻ്റെ കൂടാരത്തിനകത്ത് വേണ്ട.
എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ എൻ്റെ തലമുറകളുടെ തകർച്ചയില്ല, എൻ്റെ തലമുറകളുടെ വളർച്ച എനിക്ക് കാണണം. ഞാനെടുത്ത സത്യമെടുക്കാ, ദൈവിക വ്യവസ്ഥയിൽ നിൽക്കാം. ചിലതിന് ഈ തലമുറയിൽ ഞങ്ങൾ ചോദിക്കുകയാണപ്പാ, ഈ പട്ടണത്തിനകത്തുനിന്ന് ഞാൻ ചിലതിനെ ചോദിക്കുക. ദൈവം കണ്ട ചില ശമൂവേൽമാരെ, ദൈവം കണ്ട ചില എസ്തേർമാരെ, ദൈവം കണ്ട ചില ലീഡിയമാരെ ഈ പട്ടണത്തിനകത്ത് ഞങ്ങൾ ചോദിക്കുക. എന്തെല്ലാം വന്നാലും അങ്ങ് വിട്ടുമാറാത്ത ശക്തന്മാരെടുത്തു. എന്തെല്ലാം വന്നാലും അങ്ങ് വിട്ടു പിരിയാത്ത അഭിഷിക്തന്മാരെടുത്തു. എത്ര പ്രലോഭനത്തിന്റെ കുത്തൊഴുക്ക് വന്നാലും ഈ ദൈവത്തെ മറന്ന് ജീവിക്കത്തില്ലെന്ന് പറയുന്ന ശക്തന്മാർ ഈ പട്ടണത്തെ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതിന്റെ അതിരങ്ങ് നിർണയിക്കുമായി മാറണ്ട. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. ആഴമായ സമർപ്പണത്തോടെ ഞങ്ങൾ കടന്നു വരികയാണ്. ഈ കണ്ണുനീരോടെ കരയുന്ന ദൈവജനത്തെ, ഈ ദൂതിന്റെ മുൻപിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ചിലതിനെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുക. ലൈവിലൂടെ കാണുന്ന ചിലതിനെ ഞങ്ങൾ ഏൽപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ ദർശനത്തിന്റെ നിവർത്തി വെളിപ്പെടട്ടെ. അർഹതയില്ലാത്തവരവരെ തേടിയെത്തട്ടെ. അർഹതയില്ലാത്ത ഉയർച്ചകൾ അവരിൽ അനുഭവിക്കട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അകത്ത് താൽമൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം ദൈവം ഇരിക്കാമോ? കൊണ്ടുവന്ന നന്മകൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകൾ നിക്ഷേപിക്കാവുന്നതാണോ? ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ദശാംശമായി വഴിപാടായി കൊണ്ടുവന്നവർ ഒന്ന് കരമുയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. ഓഫ്ലൈനായി ഓൺലൈനായി ഓഫറിങ്ങുകൾ നിക്ഷേപിക്കുന്നവർ, ടൈറ്റുകൾ നിക്ഷേപിക്കുന്നവർ, അവരുടെ കൂടാരത്തിനകത്ത് ദൈവമകത്വം ഇറങ്ങട്ടെ. ദൈവിക ബ്ലസ്സിങ്ങുകൾ ആഴമായി വെളിപ്പെടട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇന്ന് പകൽ നിങ്ങളോട് ഞങ്ങൾ ആഴമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, നിങ്ങൾ വേറിട്ട കൂട്ടായ്മകളിലോ ആമേൻ സഭകളിലോ അംഗമല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, ദൈവിക രോഗശാന്തി ആവശ്യമുണ്ടെങ്കിൽ, കടഭാരത്തുനിന്നൊരു മോചനം ആവശ്യമുണ്ടെങ്കിൽ, ശാപത്തിൻ്റെ പിടിയിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9:30 മുതൽ അന്തിർക്കോണത്ത് തിരുവനന്തപുരം കാട്ടാക്കട റോഡിന് മലയങ്കിഴിനടുത്ത് അന്തിർക്കോണത്ത് ഞങ്ങളുടെ ആരാധനകൾ ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പാളയത്ത് ബിഷപ്പ് പെരേര ഹാളിനോട് ചേർന്ന് മഠത്തിൽ ടവേഴ്സിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ എല്ലാ ഞായറാഴ്ചകളിലും 3 മണി മുതൽ ഞങ്ങൾ ഉണ്ടാകും. 4 മണിക്ക് സഭാരാധനയാണ്. കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഡെലിവറൻസ് മീറ്റിംഗ് എല്ലാ വേടാഴ്ചകളിലും 6:30 മുതൽ 8:30 വരെ ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ റെഡിയാണ്. നിങ്ങൾ കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കണ്ണുകളെ മൂടാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് പകൽ തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ട ദൈവവചനത്തെ ഇന്ന് പകൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവിടമേ അത് റിലീസ് ചെയ്യുകയാണ്. ഇന്ന് പകൽ ആഴമായ വിടുതലുകൾ ചലിക്കുന്ന പകലാക്കി മാറ്റണം. ചിലതിനെ മടക്കിക്കൊണ്ടുവരുന്ന, ചിലരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പകലാക്കി മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. മഹത്വമെല്ലാം തിരുമേനിക്ക്. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയ്ക്കാവലും നമ്മോടും നമ്മുടെ വിഷയങ്ങളോട് ഭൂലോകത്തിൽ